നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയുള്ളത്. ഇതിനിടയിലാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിൽ മറ്റൊരു തലത്തിലൊരു ചർച്ചകളും അതുപോലെ തന്നെ ഒരു വിവാദങ്ങളും ഇപ്പോൾ നിലവിലുണ്ടാവുന്നത്. ഉപനേതാവ് സ്ഥാനം വേണമെന്ന വാശിയിൽ CPI-യും തരാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ CPM-ഉം ആണ് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് രണ്ട് കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷേ വലിയൊരു തകർച്ച അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി നേരിട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുമുന്നണി പോകുന്നത്. അപ്പോൾ ഈ ഇടതുമുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട രണ്ട് പാർട്ടികൾ, അല്ലെങ്കിൽ CPI ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ, പക്ഷെ ഇരുവർക്കും ഇടയിലുണ്ടാകുന്ന ഈ തർക്കം ഇനി പ്രതിപക്ഷത്തെ എത്രത്തോളം ഒരു ദുർബലമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായത്. ഒരു 35 സീറ്റിൽ ഒതുങ്ങി 26 CPM-നും 8 CPI-ക്കും 1 ജനതാ പാർട്ടിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും ഒരു വലിയ തിരിച്ചറിവ് വേണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു സമയത്താണ് ഉപനേതാവിൻ്റെ സ്ഥാനത്ത് ചൊല്ലിയിട്ട് ഒരു നോമിനൽ റോങ്ങാണ്, ക്യാബിനറ്റ് പദവി എന്നല്ല, ഉപനേതാവിൻ്റെ സ്ഥാനത്ത് ചൊല്ലിയിട്ട് ഒരു തർക്കം വരുന്നത്. ആ തർക്കത്തിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അത് CPI-യുടെ ആവശ്യം അവർ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ആദ്യം വെച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ തരം 2020 കാലത്ത് VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ഉപനേതാവായിരുന്നു. ആ ഒരു കീഴ്വഴക്കമാണ് ഇപ്പം അത് കീഴ്വഴക്കമായിട്ട് ഗോവിന്ദ മാസ്റ്ററൊക്കെ പറയുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ പ്രാവശ്യത്തിൽ വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഉപനേതാവ് സ്ഥാനം വേണം, അത് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ട് മുന്നണിക്കുള്ളിൽ തന്നെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താമായിരുന്നു. അതിന് ഇവർ തയ്യാറായില്ല. അവർ പരസ്യമായി പറഞ്ഞു. ആ പരസ്യമായി പറഞ്ഞ ഘട്ടത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്, ഇത് തള്ളിക്കളയാണ്. കാരണം പരസ്യമായിട്ടല്ല പറഞ്ഞത്, മുന്നണിക്കുള്ളല്ലോ അവതരിപ്പിച്ചത്. ആ വിഷയം മുന്നണിക്കുള്ളിൽ അവതരിപ്പിച്ചത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ചർച്ചയിലേക്ക് പോയില്ലായിരുന്നു. അവർ പരസ്യമായി മുന്നണിക്കുള്ളിൽ പറഞ്ഞു. അന്ന് ആ ചോദ്യം മാധ്യമങ്ങൾ LDF-ന്റെ CPM സെക്രട്ടറി അടിച്ചപ്പോൾ സെക്രട്ടറിയെ തള്ളിക്കളയും ചെയ്തു. രണ്ടുപേരും പരസ്യമായിട്ട് 2 സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞു. ഒന്ന് വേണമെന്നും മറ്റേത് ഇല്ല എന്നും പറഞ്ഞു. ഇപ്പം അവർ ആ നിലപാട് മാറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് അഭിമാന പ്രശ്നമായിട്ട് പിടിക്കുന്നതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാണാൻ നിൽക്കുന്നത്. ഈ CPM-ഉം CPI-യും തമ്മിലുള്ള നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണെന്നാണ് FB ഗോവിന്ദൻ പറയുന്നത്. പക്ഷെ നിലവിൽ ഈ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് തന്നെ ഭിന്നാഴ്ചയുള്ളൂ. അത് ഇന്നും പറയുന്നുണ്ട്. AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം, അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് അങ്ങനെ ഇല്ല, ഒരു കീഴ്വഴക്കം ഇല്ല, പ്രത്യേകിച്ച് ഇനി ഒരു കീഴ്വഴക്കം ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് CPM ഉള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് CPI ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെ ഇടതുപക്ഷത്തിന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായത് വലിയ തിരിച്ചടിയാണ്. ഈ മുഖ്യമന്ത്രിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു തിരിച്ചടിക്ക് കാരണം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ കാര്യത്തിലും എടുക്കുന്ന തീരുമാനങ്ങളാണ് തിരിച്ചടിക്ക് കാരണമായെന്നൊക്കെ ഒരു പലയിടത്തും പല ഗുണങ്ങളും വിമർശനമുണ്ട്. ആ ഒരു വിമർശനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് CPI ആവശ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ CPI എല്ലാ കാലത്തും ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. പക്ഷേ എന്നിട്ട് ആ തിരുത്തൽ ശക്തി അതാണ് ഇതിൻ്റെ എല്ലാത്തിനെയും പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം PMC വിവാദം നമുക്കറിയാം. അത് CPM എന്ന് പറയുന്നില്ല, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഓപ്പറേറ്റ് ചെയ്ത രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ആരും അറിയാതെ ഇവർ പോയി ഒപ്പിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ആ പ്രശ്നം വന്നപ്പോൾ അത് തിരുത്താൻ വേണ്ടി പറഞ്ഞു CPI തിരുത്തൽ ശക്തിയായിട്ട് അവിടെ CPI വിജയിച്ചു എന്നറിയാം. പക്ഷെ ആ തിരുത്തൽ ശക്തി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ തിരുത്തൽവാദി CPM ഒരു വലിയേട്ടൻ പാർട്ടിയാണ്. നമ്മളാണല്ലോ CPI ആണല്ലോ മാതൃ പാർട്ടി. അപ്പോൾ നമ്മളവരെ തിരുത്താൻ വേണ്ടി നിൽക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നിടത്ത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നടക്കുന്നത്. തിരുത്തൽ അവർക്ക് തിരുത്താം, പറയേണ്ടത് പറയാം, എല്ലാം ചെയ്യാം. അതിന് മുന്നണി സംവിധാനം ഉണ്ടല്ലോ, മുന്നണിയിൽ പറയാലോ. ഇവർ പരസ്യമായിട്ട് പറഞ്ഞിട്ട് അത് പ്രതിരോധത്തിലാക്കുകയാണ് ഈ മുന്നണിയെ. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി കാരണം ഞാൻ കാണുന്നത് ഇതിൽ പ്രതിഷേധ വോട്ടുകൾ ഏറ്റവും കൂടുതൽ UDF-ന് അനുകൂലമായിട്ടുണ്ട്. CPM-ൻ്റെയും CPI-യുടെയും പ്രതിഷേധ വോട്ടുകൾ. ആ പ്രതിഷേധ വോട്ടുകൾക്ക് കാരണമായിരിക്കുന്നത് CPI-യുടെ ഇത്തരം പ്രസ്താവനയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ PMC വിവാദം ഉണ്ടാകുന്നത്. അതൊരിക്കലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ആ വാസ്തവം നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും അത് CPI അതിൻ്റെ പേരിൽ പോയിട്ട് പരസ്യ പ്രസ്താവന നടത്തുകയും പരസ്യ പ്രതികരണം നടത്തുകയും ഇത് നടക്കാൻ പോകുന്നില്ല, നടപ്പിലാക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ വിഷയം ഒരു പ്രശ്നമാണെന്ന് വരും. കാരണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഒരു BJP CPM ഡീലാണെന്ന ആരോപണം ഉയർത്തി PMC-യിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സാധനം, നമ്മൾ രണ്ടിപ്പോൾ സ്ഥലത്ത് പോകുന്നു. അപ്പം എനിക്കൊരു ആരോപണം വരുമ്പം നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്കും തോന്നും അത് അത്രയുള്ള കാര്യമില്ല, കാരണം ഒരുമിച്ചുള്ളവരും അതിനെ പ്രതിരോധിക്കുകയാണല്ലോ, ഞാൻ മാത്രമല്ലോ എന്ന്. പക്ഷേ എനിക്കൊരു ആരോപണം വരുമ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ, അത് കാണുന്നവർക്ക് തോന്നി ഇവൻ ഇത് തന്നെയാണ്, അത് 90% പേരും വിശ്വസിക്കാൻ വേണ്ടി പോകും. ഇവിടെ പറ്റിയത് തന്നെയാണ് ഈ CPM BJP ഡീൽ എന്ന് പറയുന്ന സമയത്ത് PMC-യുടെ പേര് പറഞ്ഞിട്ട് CPI ഇതിൽ ഉടക്ക് വെക്കുകയാണ്. ഉടക്ക് വെക്കുന്നത് നല്ലതാണ്, തിരുത്തുന്നത് നല്ലതാണ്. പക്ഷേ പരസ്യമായിട്ടെന്ന് പറയുമ്പം പൊതുജനങ്ങളാകെ മുമ്പാകെ ഇത് വലിയൊരു തെറ്റാണ് CPM ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മെറിറ്റ് എന്തോ ആവട്ടെ, അങ്ങനെ ചെയ്തിരിക്കുന്നു പറയുമ്പം അത് CPM-നും ഈ മുന്നണിക്ക് ഒരു അവിശ്വാസത്തിന് കാരണമാകുന്നു. അത് ഈ തിരുത്തൽ ശക്തി പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടായാലും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്.
തിരുത്തൽ വേണം, തിരുത്തൽ ശക്തി വേണം. പക്ഷെ അത് മുന്നണിയുടെ നിലനിൽപ്പിനെയും മുന്നണിയുടെ നയങ്ങളെയും മൊത്തത്തിൽ റദ്ദ് ചെയ്തുകൊണ്ട് ആവാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ലജിൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അതിൽ വേറെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷം ഇടത് മുന്നണി നയിച്ച് മുഖ്യമന്ത്രിയായിട്ടിരുന്നത് പിണറായി വിജയനാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി തോൽവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടതും പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിരുന്നു, അദ്ദേഹത്തിൻ്റെ കർക്കശ്യമായിരുന്നു തിരിച്ചടി കാരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വാദിക്കുന്നവർ പറയുന്നത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ അതേ സാഹചര്യം ഇപ്പോൾ പ്രതിപക്ഷത്തുമുണ്ട്. അപ്പോൾ അതേ ആ സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് CPI പറയുന്നത്, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉപസ്ഥാനത്ത് ഞങ്ങളും വരുമ്പോൾ ആ വാദത്തിൽ ഒരു പരിധി വരെ മുനെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇവർ വെക്കുന്നത്. പക്ഷെ അപ്പോഴും ബിനോയ് പറയുന്നുണ്ട് മുന്നണിയുടെ കെട്ടുറപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ എല്ലാ രീതിയിലും പാർട്ടിക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ട്. CPI നൽകുന്ന അതേ പിന്തുണ ഞങ്ങൾക്ക് കിട്ടണം, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ക്ലിയർ ആണ്. പക്ഷേ ഈ ഉപനേതാവസാനം കീഴ്വഴക്കത്തിന്റെ പേരിൽ മാത്രമാണ് മാറ്റി നിർത്താം. കാരണം കീഴ്വഴക്കം ഇത് പിന്നെ സൃഷ്ടിക്കുന്നതാണല്ലോ, അത് മാറ്റിയാൽ ഇനിയിപ്പോ ഇതായും എന്തുകൊണ്ട് മാറ്റി കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അല്ല, ഈ പറഞ്ഞ അവര് കൊടുത്തുകൂടാന്ന് ചോദിക്കുമ്പം ഈ പറഞ്ഞ 26 അംഗ 35 പേരിൽ 26 പേര് CPM-ന്റെയാണ്. ഒരു 15, 16 അല്ലെങ്കിൽ 18, 14 ആ ഒരു റേഞ്ചിലായിരുന്നു ഈ രണ്ട് കക്ഷികളെങ്കിൽ പറയാം നമ്മളും നിങ്ങളും ഒരേപോലെയാണ്. ഇപ്പം ഒരു 1-2 സീറ്റ് നിങ്ങളുടെ മുന്നിലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എടുത്തോ ഉപനേതാവ് സ്ഥാനം നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇതങ്ങനല്ല. LDF-ന് 26 അതിന്റെ പകുതി പോലും CPI-ക്ക് ഇല്ല, CPM-നുള്ളതിന്റെ പകുതി പോലും CPI-ക്ക് ഇല്ല. ആ ഒരു ഘട്ടത്തിൽ ഇതിന് ഒരു ഒന്നാമത് ഞാൻ കാണുന്ന മറ്റു തരത്തിൽ 35 സീറ്റ് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് പോലും വലിയൊരു അർത്ഥമില്ലാത്തതാണ്. പക്ഷേ ക്യാബിനറ്റ് പദവി റാങ്ക് ഉണ്ടല്ലോ, ശരിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ CPI ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി എന്തിനു ബലം പിടിക്കുന്നതാണ്. ഇവരിപ്പോൾ പറയുന്ന തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാൻ പറ്റും. അതായത് മുഖ്യമന്ത്രിക്ക് ഈ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഒരു ഒരു താൻ ഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഹംഭാവം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നമുക്ക് വരുന്നത്. 5 വർഷം ആദ്യത്തെ 5 വർഷം ഇവരെ നയിച്ചു. തെരഞ്ഞെടുപ്പിന് വന്നപ്പം ഇവരാരും ഈ അഹംഭാവം പറഞ്ഞില്ല. അവർ വീണ്ടും മത്സരിച്ച് ജയിച്ചു. 10 വർഷം നീണ്ടു ഭരിച്ചു. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനാകുമ്പം ഈ വാദവും പിന്നെ വലിയ ഈ തിരുത്തൽവാദം ഒന്നും ആരും പറഞ്ഞില്ല. അതുമില്ല. തോൽക്കുമ്പോൾ മാത്രം അത് പിണറായിയുടെ മാത്രം കുറ്റമാവുന്ന എങ്ങനെയാണ്? തുല്യ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. 1-ാം പിണറായി സർക്കാരിലും 2-ാം പിണറായി സർക്കാരിലും പ്രധാന വകുപ്പുകളെല്ലാം CPI-യുടെ കയ്യിലുണ്ടായിരുന്നു. CPI-ക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഈ തോൽവിക്ക് CPM-നുള്ള അതേ ഉത്തരവാദിത്വം CPI-ക്കും ഉണ്ട്, കേരള കോൺഗ്രസിനുണ്ട്, പിന്നെ ഈ RJD-ക്കും NCP-ക്കും എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷേ തോറ്റു കഴിയുമ്പോൾ മാത്രം ഇതെല്ലാം CPM-ന്റെ പ്രശ്നം അല്ലെങ്കിൽ പിണറായിയുടെ പ്രശ്നം എന്ന് പറയാം. വേറൊരു ഘടകം പറഞ്ഞാൽ പിണറായിയുടെ മുഖം വെച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. എല്ലാ നാടുനീളെ ഫ്ലെക്സ് ഉയർത്തുമ്പം LDF അല്ലാത്ത മറ്റാരോടൊന്ന് ചോദിക്കുമ്പം ഇത് മുന്നണി തീരുമാനിക്കേണ്ടി ചെയ്യുന്നില്ലല്ലോ. അവിടെ നന്ദി ചോദിക്കാൻ പാടില്ലേ? ഈ മുഖ്യമന്ത്രിയുടെ പടത്തിനൊപ്പം കെ രാജന്റെ പടം വെക്കണം. റവന്യൂ മന്ത്രി നന്നായിട്ട് പെർഫോം ചെയ്ത മന്ത്രി, ഒരു സംശയവുമില്ല, ഏറ്റവും മികച്ച മന്ത്രി ഒരാളായിരുന്നു കെ രാജൻ. കെ രാജന്റെ പടവും വെക്കാൻ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ തിരിച്ചടി രണ്ടുപേർക്കും എടുക്കാം. ഈ പറഞ്ഞ ഉത്തരവാദിത്വം എല്ലാം വരാം. ഇത് ഒന്നുമില്ലാതെ ഒരു നേതാവായിട്ട് മുഖ്യമന്ത്രിയെ മാത്രം പിണറായിനെ മാത്രം ഉയർത്തിക്കാട്ടി തോൽക്കുമ്പം അയാളെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ വരുന്നത് തന്നെ ഈ പ്രതിപക്ഷ നേതാവിനല്ലാതെ മറ്റൊരു ക്യാബിനറ്റ് അംഗമോ ഒരു പദവിയും ലഭിക്കുന്നില്ല. നേതാവിന് ഒന്നും വരുന്നില്ല. സഭയിൽ രണ്ടാമതിരിക്കാം, പിണറായിക്ക് തൊട്ടപ്പുറത്ത് ഇരിക്കാം, കെ രാജന് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ വേറൊരു തിരുത്തൽ ശക്തിക്കും ഇല്ല. ഈ ഏകോപനവും കാര്യങ്ങളും സഹായിക്കാൻ വേണ്ടി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു റോളിന് വേണ്ടിയിട്ട് ഇതെന്തിനാണ് ഒരു വാശി പിടിക്കുന്നത്? അത് പാർട്ടി ഈ മുന്നണിക്കുള്ള ആദ്യം തന്നെ ചർച്ച ചെയ്തിട്ട് രണ്ടുപേരും കുഴപ്പമുണ്ടാവില്ല. ഇതാദ്യം ബിനോയ് വിശ്വം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ എടുക്കുന്നു. അപ്പം MP ഗോവിന്ദൻ ആദ്യം വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കീഴ്വഴക്കം നടക്കില്ല. ഇവർ രണ്ടുപേരും പൊതുവിടത്തിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇവരെ പ്രശ്നം ഇത് ഒരു ഈഗോ പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ്. കാരണം നമ്മൾ പറഞ്ഞ വാക്കിന്ന് പിൻവാട്ട് പോയാൽ നമ്മളെ പരിഹാസ്യരാവില്ല ചിന്തിക്കുന്നു. അപ്പം CPI-ക്ക് വഴങ്ങി, CPM-ന് വഴങ്ങിയതാവും, നേരെ തിരിച്ച് CPI-ക്ക് വഴങ്ങിയതാവും. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ കടുംപിടുത്തം പിടിക്കുന്നത്. ഇന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വം പറയുന്നത് തന്നെയാണ് കടുംപിടുത്തത്തിന്റെ സ്വഭാവമാണ് അതിന്. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈഗോയുടെ കാര്യം പറഞ്ഞു. പക്ഷേ ആ ഒരു ഈഗോ എന്നുള്ളൊരു സാധനം ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബിനോയ് വിശ്വത്തിന് ഒരു തോന്നലുണ്ടായിട്ടുണ്ടാകാം. കാരണം തനിക്ക് ഇതുവരെയായിട്ടും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നല് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിനും പൂർവികരുടെ സ്ഥാനത്ത് അതിനുശേഷം വന്ന് താങ്ങുന്നപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ സാധിക്കുന്നില്ല എന്നുള്ളത് അത് മാറ്റാൻ വേണ്ടി തനിക്ക് പറ്റുന്നൊരു അസാഹചര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ തന്നെ അതിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ പറയുന്നുണ്ട് പലയിടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് പലയിടത്തും ജയിക്കാവുന്നിടത്ത് പോലും ഉണ്ടായത് തിരിച്ചടി. അതിന് കാരണമായിട്ട് ഇവർ പറയുന്ന അന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ഇവർ പറയുന്നത്. ശബരിമല വിഷയം പോലും ആ സമയത്ത് ഇവർ CPI പലയിടത്തും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും വിനേശം സൈലന്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അദ്ദേഹം ഒരു പൊതുതലത്തിൽ നിന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ അത് ഈ ഘട്ടത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ വലിയൊരു തിരിച്ചടി ഉണ്ടായൊരു സമയമാണ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. പക്ഷെ അപ്പോഴും ബിനോയ് വിശ്വ കാര്യത്തിൽ പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അവിടെ ബിനോയ് വിശ്വത്തിന്റെ ഒരു ഈഗോ അല്ലെങ്കിൽ ഗോവിന്ദന്റെ ഒരു ഈഗോ എന്നൊക്കെ തോന്നാം. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ
അദ്ദേഹത്തിന് ഈ തവണ താൻ പിടിച്ച മുയലിനെ പറയുന്ന പോലെ തന്നെ താൻ പിടിച്ച ഭാഗം ഇത്തവണ ജയിക്കണം എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ വാദം ഇതിപ്പം തന്റെ അഭിമാന പ്രശ്നമായിട്ട് മാറുന്നതാണല്ലോ കാണുന്നത്. ഇവർ ആദ്യം തന്നെ മുന്നണി ചർച്ച ചെയ്ത നേതൃസ്ഥാനം നേടിയെടുത്തിരുന്നെങ്കിലും അത് വിനോദ് വിശ്വത്തിന്റെ ക്രെഡിറ്റ് തന്നെയായിരുന്നു. ഉപനേതാസ്ഥാനം ഇതുവരെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ഇത് ആദ്യം തന്നെ പോയിട്ട് പരസ്യ പ്രതികരണം നടത്തിയിട്ട് ഒരു ഇപ്പം എന്താ പറയുക വെള്ളത്തിൽ വീണ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ നിന്ന് എഴുതിട്ട് വരുന്നിട്ട് എന്താക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ചെയ്യേണ്ടത് ഈ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അവിടെ സംസാരിച്ച് ചെയ്തിട്ട് രണ്ടുപേരും കൂടെ കൈയെടുത്ത് പിരിയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം ഇനി LDF വിട്ടിട്ട് ഒരു ബ്ലോക്ക് വേറെ പ്രത്യേക ബ്ലോക്കായി പോകുന്ന ഇതൊക്കെ റിപ്പോർട്ടുകൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കരുത്ത വില നൽകേണ്ടി വരുന്ന കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബ്ലോക്കാവാണ്ട് പോകാതെ വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനെ വീണ്ടും ദുർബലപ്പെടുത്തുകയുള്ളൂ, ഇടതുപക്ഷ പാർട്ടികൾ ദുർബലപ്പെടുത്തുകയുള്ളൂ. അതിന് തയ്യാറാവാതെ രമ്യമായി പരിഹരിക്കുക. ഈ ഉപനേതാവ് സ്ഥാനത്തിനാണ് ഇങ്ങനെ കടമ്പിടുത്തം പിടിക്കുമ്പോൾ അതിനുള്ള അർഹതയുണ്ടോ എന്നും പിന്നെ ഇവർ ചിന്തിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വസ്തരായ ഒരു സഖ്യത, ഒരു സഹോദര പാർട്ടിയെ ഒന്നിച്ച് നിർത്തിക്കൂടെ, മാതൃ പാർട്ടിയെ തന്നെ ഒന്നിച്ച് നിർത്തിക്കൂടെ എന്ന് CPM ചിന്തിക്കണം. ഈ കടുംപിടുത്തം ഒഴിവാക്കാണ് വേണ്ടത്. പക്ഷേ ഈ പറയുമ്പോഴും ഇത് ഈ ഒരു വിവാദം തന്നെ അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലാത്തൊരു പദവിക്ക് വേണ്ടിയിട്ട് ഒരു അനാവശ്യ വിവാദം. പക്ഷേ അവർ പറയുന്നത് UDF ലീഗിന് കൊടുത്തിരുന്നതാണ്. അത് കാലങ്ങളായിട്ട് അങ്ങനെ വരുന്നത്. ലീഗിൻ്റെ സീറ്റ് ഈ CPIയുടെ സീറ്റാണോ ലീഗിന് ഉണ്ടാകുന്നത്? കഴിഞ്ഞ വർഷം രണ്ട് തവണ ഉണ്ടാകുന്നത് അതല്ല. അത് ഇതായാലും വരുന്നുണ്ട്. ലീഗ് സ്വതന്ത്രമായി നിന്നാലും ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഈ പിന്നെ കോൺഗ്രസിൻ്റെ വോട്ടിട്ട് തന്നെ CPI അങ്ങനെ ജയിക്കുന്ന എത്ര മണ്ഡലങ്ങളുണ്ടാവും? അതുകൂടെ അവർ ചിന്തിക്കണമല്ലോ. ആ ചിന്തിച്ചിട്ടുണ്ട് വേണ്ടി വരും. പക്ഷേ മുന്നണിയാണ്, കൂട്ടുകക്ഷി തന്നെയാണ്. രണ്ട് പാർട്ടികൾ ചേർന്നാൽ മാത്രമേ ഈ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഭരണത്തിലെത്താൻ വേണ്ടി പറ്റൂ. ഒരു പാർട്ടിയെ കുറച്ച് പറയുന്നതല്ല. പക്ഷേ ലീഗിന് കൊടുക്കുമ്പോൾ ലീഗിന് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. CPI അതിനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ നേരിട്ട് ചോദിച്ച് വാങ്ങാമായിരുന്നു. പിന്നെ പരസ്യപ്രതിഫലത്തിൽ നടക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയാലും ഇപ്പം ഇതിനകത്തിപ്പോൾ 2 ബ്ലോക്കായിട്ട് ഇരിക്കും എന്നുള്ളതിലൊന്നും കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നിലവിലത്തെ ഒരു വിഷയം CPIക്കും CPM-നും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇരു കൂട്ടർക്കും തുല്യമായിട്ടുള്ള നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പരസ്യമായ കാര്യമാണ്. അപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ. നിലവിലെ തർക്കം ഈഗോയുടെ കാര്യത്തിലാണെങ്കിലും ഈഗോയുടെ പേരിൽ ഉണ്ടായതാണെങ്കിലും അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് നോക്കിക്കാണാം. തീർച്ചയായും.